അസ്തമിച്ചു, ഇല്ലെങ്കിൽ നല്ല ഇതായിരുന്നു അല്ലേ, കുറച്ച് നേരത്തെ വരണമായിരുന്നു. പിന്നെ ആ ഒരു സംഭവം കാണുന്നത് പഴയ അക്വഡക്റ്റ് ആണ്, ആ ഒരു ദൂരം കാണുന്നത്. പിന്നെ ഇതിലുണ്ട്, ഇതാ വേർക്കുന്നുണ്ട്. നമസ്കാരം, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് ഔട്ടിംഗ് ആണ്, ചെറിയൊരു സായാഹ്ന സവാരി. വെറുതെ ഒന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പാർക്കിൽ പോവാറുണ്ട്. എല്ലാവരും ഉണ്ട്, ഇതാ കൈ ഉണ്ടാക്കുന്നു പറഞ്ഞോളൂ. അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈകുന്നേരം മിക്കവാറും പോകാറുള്ള ഒരു സ്പോട്ടാണത്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാനുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ ഇന്ന് പോകുന്ന വഴിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരമായി. പിന്നെ വിഷ്വലിൻ്റെ കാര്യത്തിൽ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും വിഷ്വൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈവനിങ്ങിൽ മാത്രമേ അവിടെ പോകാനും പറ്റുള്ളൂ. പിന്നെ നട്ടുച്ചക്കെല്ലാം നല്ല വെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടും മൂവിയാണ്, അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ഇവിടെയാണ് പാർക്ക്. നമ്മളിപ്പം വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ അപ്പുറന്ന് അതിൽ പറയാ, ഇതാണ് നമ്മുടെ ഗംഗാ കനാല്. ഒരുപാട് നല്ല വെള്ളമുണ്ട്. പിന്നെ നമ്മളവിടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പാർക്കിങ്ങിന്റെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ കണ്ടോണ്ട് ഇങ്ങോട്ട് കയറ്റിയിട്ട സൂര്യാസ്തമയം ഈവനിങ് സ്കൈൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ട. പിന്നെ ഇവിടെ ഒരു വലിയൊരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. അവിടെ പിന്നെ ഇറിഗേഷൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. ആ പുറകിൽ ആ ഒരു പോക്കോല് കാണുന്നതാ. അപ്പോൾ ആ സമയത്ത് ഈ ഇറിഗേഷൻ പ്രൊജക്റ്റ്, ഗംഗാ കനാൽ പ്രൊജക്റ്റൊക്കെ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ മിക്കവാറും സാമഗ്രികൾ, ഡാമിൻ്റെയും ബ്രിഡ്ജിൻ്റെ ഒക്കെ മിക്കവാറും സാമഗ്രികൾ, മെറ്റൽ പാർട്സൊക്കെ പിന്നെ ഉണ്ടാക്കിയ ഫാക്ടറിയാണ് പുറകിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. നല്ല ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇതാ ഇവിടെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കരിമ്പ് ജ്യൂസ് പരിപാടിയൊക്കെ ഉണ്ട്. കരിമ്പ് ജ്യൂസേ. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കണം. ഇത് വേറൊരു വഴിയാണ് കേട്ടോ, ഹരിദ്വാറേക്ക് പോകാനുള്ള ഒരു റോഡാണിത്. ഇത് ഈ കനാലിൻ്റെ സൈഡിലേക്ക് കൂടിയുള്ള ഒരു റോഡാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഈവനിങ്ങിൽ വന്നിരിക്കുന്നുണ്ട്. എന്താണ് മാഡം വല്ലതും പറയൂ? ഇരുട്ടായി അല്ലേ, ലൈറ്റ് പോയി. നല്ല സുഖമുണ്ട്, പക്ഷെ വീഡിയോ പിടിക്കേണ്ടതുകൊണ്ട് ഒന്നും നടക്കൂലല്ലോ. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അടിപൊളി സെറ്റപ്പ് അല്ലേ. പിന്നെ ലൈറ്റ് ഈവനിങ്ങിൽ വരുന്നതിനാണ് ഇവിടെ നല്ലത്. പക്ഷെ വീഡിയോ പിടിക്കേണ്ട ആവശ്യം ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വരാമായിരുന്നു, ഇല്ലല്ലേ? അങ്ങനെ വരാം, നടന്നോ കാമോൺ. എന്നാടി കൊന്നല്ല. ഇതൊക്കെ ഉണ്ട്, ഐസ്ക്രീം, ഫലൂദ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏത് നീല കൊന്നാന്ന് പറഞ്ഞേ? വേറെ സീന് കാണിച്ചല്ല. പിള്ളേരൊക്കെ ഇവിടുന്ന് കുറച്ച് വികൃതികള് ഇവിടുന്ന് താഴേക്ക് തുള്ളാറുണ്ട്. തുള്ളി കുളിക്കുന്നുണ്ടോ? മറൊക്കെ കുളിക്കുന്ന ടീം ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ഈ ഒരു ഒഴുക്കിലേക്ക് തുള്ളും. എന്നിട്ട് അതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് പിന്നെ ഇതിലുണ്ട്. ഇതാ വേർക്കും തുള്ളി കാണിച്ചു തരാം കേട്ടോ, അടുത്ത തുള്ളട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അഡ്വഞ്ചറസ് ആയി കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ടീമാണ്. സൗണ്ട് ക്ലിയർ ആണെന്ന് പറയില്ലേ, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ടിലുണ്ട്. എന്നാടി ഓളെ പിടിച്ചാൽ മതി. ഞാൻ ഇവിടെ കണ്ട് സ്റ്റില്ലെടുക്കട്ടെ. ഈവനിങ് നല്ല സ്റ്റൈലല്ലേ, ഇതാ സ്കൈ നോക്കിയ സൂപ്പർ അല്ലേ. ഈ കക്ഷിയാണ് ഇപ്പം തുള്ളിയത്. ശരിക്കും പിടിക്കാൻ വേണ്ടി പറ്റില്ല, ഓൻ ഏത് സൈഡിൽ നിന്നാണ് തുള്ളുന്നതെന്ന് മനസ്സിലായില്ല. ഇത് ഈ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് തുള്ളുന്നുണ്ട്. കറക്റ്റ് ടൈമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഇതായിരുന്നു.
വണ്ടി ആൾക്കാരൊക്കെ ആയിട്ട് കളിയാട്ടാ. ഒരുപാട് റഷ് ഉണ്ടാകുന്നേ, പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല റഷായിരിക്കും. ഇവിടെയാണ് പാർക്കിന്റെ എൻട്രി വരുന്നത്. ഇത് കുറെ കാലമായിട്ട് കൊറോണ ഒക്കെ ആയതുകൊണ്ട് അടച്ചിട്ടാണ്, ഇപ്പം വീണ്ടും റീ ഓപ്പൺ ചെയ്തതാ. ഇതാണ് അതിന്റെ എൻട്രൻസ്. Come on. വിലക്കറിയാ. പിന്നെതാ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പരിപാടികളൊക്കെ ഉണ്ട്. നീ എന്തിനാ ഓളെ എടുത്തിട്ട് താഴേക്ക് നടന്ന് അങ്ങോട്ട് നടന്നു, മുന്നോട്ട് നടന്നു. ഈവനിങ് സ്കൈ അവിടെ നല്ല വ്യൂ ആയിരിക്കുവേ വൈഡില്. പക്ഷെ എന്താ വെച്ചാല് ഈ സോങ്ങിന്റെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അതിന്റെ സോങ്ങിന്റെ കോപ്പിറൈറ്റ് ചിലപ്പോ കിട്ടാൻ അറിയില്ല. അസ്തമിച്ചു കിട്ടാ. അടിപൊളിയല്ലേ? ഈ കോർണറിലാണ് കേട്ടോ അമ്പലം വരുന്നത്. ഇവിടെ രണ്ടിന്റെയും ഒരു ജംഗ്ഷൻ പോലെയാണ്. അതായത് അവിടെയാണ് പഴയ കനാല് വരുന്നത്, പിന്നെ ഇത് പുതിയ കനാല്. ഇതിന്റെ രണ്ടിന്റെ ആ ഒരു മുനമ്പ് പോലത്തെ സ്ഥലത്താണ് ആ ഒരു മന്ദിരം ഉള്ളത്. മനസ്സിലായ? അന്നിരുന്നത് അവിടെയാണ്. മനസ്സിലായ? പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഇല്ലോണ്ട് ഏത് സൈഡിൽ വേണമെങ്കിലും ആൾക്കാർക്ക് വിശ്രമിക്കാം. ഈവനിങ് ഇങ്ങനെ നല്ല തണുത്ത വെള്ളമായിരിക്കും. ആ കാലും നീട്ടി അതിലേക്ക് ഇരിക്കാനുള്ള ഒരു സുഖം വേറെ തന്നെയാണ്. ഇരിക്കുന്ന പകുതി നമ്മൾ അങ്ങോട്ട് പോവാ, അക്വാഡക്റ്റിന്റെ അടുത്തേക്ക് പോവാം. കമോൺ, അതിവിടെ കാണിച്ചിട്ട് പോലെ വാ. അസ്തമിച്ചു, ഇല്ലെങ്കിൽ നല്ല ഇതായിരുന്നു അല്ലേ? കുറച്ച് നേരത്തെ വരണമായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. പിന്നെ അത് ആ സോങ്, പിന്നെ ഫേമസ് സോങ് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് മെല്ലെ സ്കൂട്ടാ. കമോൺ. ജസ്റ്റ് മറ്റൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, കാണിച്ചു തരാം. പാർക്കിൽ പോകാടി. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ അക്വാഡക്റ്റിൻ്റെ അടുത്തേക്കാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് അത്രയേ ഉള്ളൂ, ഒരു 1.5 കിലോമീറ്റർ 1-2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. എപ്പോഴും വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കാറില്ലോണ്ട് ഇപ്പം സ്ഥിരമായിട്ട് പ്രഷർ വരുന്നുണ്ട് വൈകുന്നേരം പോകാതെ. മറ്റേ ബൈക്കിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പം കുറച്ച് വിരൽ കുറവാണ്. കുക്കിയേ ഓടിക്കോ 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 പിടിച്ചോ. വീടക്കല്ലേ, അടക്ക് വണ്ടി ഉണ്ടാവും, ഓടല്ല. ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഫോറസ്റ്റ് പോലത്തെ സംഭവം ഉണ്ട് അടുത്ത സൈഡിൽ. അത് ഒരുപാട് ബേർഡ്സും പരിപാടിയൊക്കെ ഉള്ളത്. മുമ്പ് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, പാർക്ക് പോലെ. അതിൻ്റെ കുറേ പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നത്. അവരുടെ പിന്നെ കയാക്കിങ്ങും അതുപോലെ കനോയിങ്ങും പരിപാടിയും ഒക്കെ, അതിൻ്റെ തുഴച്ചിലിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാ സാധനങ്ങൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്, ഷെഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ്, പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. പിന്നെ റോവിങ് സാധനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ഒരു സ്വിമ്മിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടത് നമുക്ക് ഓർമ്മയുണ്ടാവും. അന്നേരം ആ ഒരു കയാക്കിങ്ങിൻ്റെ സാധനമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിമ്മിങ്ങിന് വരുന്ന സ്ഥലമാണ് ആ ഒരു ഏരിയ. ഞാൻ കാണിച്ചുതരാം ക്ലിയറായിട്ട്. ഓക്കെ, ഇതൊക്കെ പഴയ അക്വാഡക്റ്റിൻ്റെ കുറേ സംഭവങ്ങളാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. അവിടെയൊക്കെ പഴയ അക്വാഡക്റ്റിൻ്റെ സംഭവങ്ങളാണ് അവിടെ കാണുന്നത്. ഓക്കെ, അത് മുൻകൂട്ടി നടക്കുന്നുണ്ട്. ഈവനിങ് ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഈ ഒരു സ്കൈയും പരിപാടിയൊക്കെ ആയിട്ട് നല്ല സംഭവമാണ്. പിന്നെ ലൈറ്റില്ലാതെ ഒരു പ്രശ്നമുള്ളൂ. ഇത് അവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ കയാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന് പറയുന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഷെഡിലുണ്ട്. അപ്പം നമ്മളങ്ങനെ അക്വാഡക്റ്റിൻ്റെ അടുക്ക് എത്തി. കാണാൻ പോമ്പനെ സംഭവം പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങൾ. കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് പരിപാടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ അക്വാഡക്റ്റ് സംഭവം. കണ്ടോളൂ, ഇതാണ് സംഭവം.
നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. ആദ്യം ചെയ്ത വീഡിയോ അക്വാഡക്റ്റിൻ്റെ സൊലാനി അക്വാഡക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. ഇന്ന് ഫാമിലിനെ കൊണ്ട് വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയും സാധനങ്ങളൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മുമ്പേ വന്ന വീഡിയോ ആണ്, അതെന്തായാലും കാണാം. പിന്നെ ആ ഒരു സംഭവം കാണുന്നത് പഴയ അക്വാഡക്റ്റ് ആണ്, ആ ഒരു ദൂരം കാണുന്നത്. ഓക്കെ, ഇതാ കണ്ടോളൂ, അസ്തമിച്ചു. വൈഡ് നല്ല സ്റ്റൈലിൽ കാണാൻ. അസ്തമിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നീന്താൻ പോകുന്ന സ്ഥലം അവിടെയാണ്. ആരെയില്ല, ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ചുറ്റി വളഞ്ഞ് പോകണം, റോഡ് പോകില്ല. പിന്നെ അതുവഴി പോകണം, എന്നാലും മാത്രമേ അവിടെ എത്താൻ വേണ്ടി പറ്റൂ. പിന്നെ ഇതുവഴി ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ അതിലേക്ക് കൂടെ പിന്നെ ഷോർട്ട് കട്ട് ഉണ്ട്. പിന്നെ അത് ഈ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അതൊരു വേറെ പർപ്പസിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഷോട്ട് കാണിച്ചുതരാം. അതിൻ്റെ ഈ ഒരു അക്വാഡക്റ്റ്, പിന്നെ ഈ ഒരു കനാലിൻ്റെ ഒക്കെ എല്ലാ സംഭവങ്ങളും കറക്റ്റ് നിങ്ങൾക്ക് ആ വിഷ്വലിൽ കാണാം. അത് മുകളിൽ നിന്നുള്ളൊരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ്, അത് നിങ്ങൾ കാണുക. ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാ നല്ല തണുപ്പുണ്ടാ. ഇതന്നെ പരിപാടി. വെള്ളം കുറവാണ്. ഈ സ്റ്റെപ്പിൽ മൊത്തം പിന്നെ വെള്ളമായിട്ടല്ലേ, അതുകൊണ്ട് മുകളിലാണ് ഇരുന്നിട്ടില്ലേ, ഡ്രസ്സ് നനഞ്ഞ് വെച്ചിട്ട്. പിന്നെ നല്ല തണുപ്പാന്നാ പറയുന്നവള്. എത്തൂല, ഇവരൊക്കെ എത്തൂല. കാരണം നമ്മള് ഈ സ്റ്റെപ്പ് നനഞ്ഞുകൊണ്ട് അതിന്റെ മുകളിലത്തെ സ്റ്റെപ്പിലാണ് ഇരുന്നിട്ടില്ലേ. മൊത്തം ഡാർക്കായി കേട്ടോ. അവിടെ അമ്പലത്തിന്റെ അടുത്ത കുറച്ച് ലൈറ്റിലുണ്ട്, അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് നല്ല ചൂടുണ്ട്, അത്രയല്ലേ. തണുപ്പ് വന്നത് ഇതിന്റെ അടുത്ത് വേറെ കൊതുകും പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഈ പിന്നെ ഇതിന്റെ ഒരു തണുപ്പിന്റെ ഒരു പ്രസൻസ് എല്ലാം ഉണ്ട്. വീട്ടിലാണെങ്കിൽ ചൂട് സമയത്തുകൊണ്ട് ഭയങ്കര കൊതുകൊക്കെ ആയിരിക്കും, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു കുളിർമയിൽ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. ഒരു ഇപ്പൊ തലയുടെ മുകളിലുണ്ട്, കൊതുകുണ്ടാവും പറഞ്ഞിട്ടുണ്ട്. കൊതുകുണ്ട് കേട്ടാ. നമ്മള് കുറച്ചേരം ഇരുന്നിട്ട് പോവും. നല്ലോണം ഡാർക്കായി കിട്ടാം. ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. വണ്ടി അതാ അവിടെ ഉണ്ട്, എവിടെയാ പാർക്ക് ചെയ്തിട്ടില്ല. ഇവിടുന്ന് കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുമോ അറിയില്ല. ആ കാണുന്നതാണ് നമ്മളെ വണ്ടി. രണ്ട് കുട്ടിക്കുരങ്ങന്മാരൊക്കെ ഉണ്ടാ മുകളിൽ കൂടെ ചെയ്യുന്ന. ആജോവായി നീച്ചേ. നമ്മളിത് ആ പാർക്ക് തന്നെ കേട്ടോ. നമ്മള് മറ്റേ ക്യാമറ റിവ്യൂ, അതായത് മൊബൈലിന്റെ ക്യാമറ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വരുന്ന സെയിം പാർക്ക് തന്നെയാണിത്. ഇപ്പൊ ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് സ്ലൈഡറിലൊന്നും ഇപ്പം കളിക്കുന്നില്ല, വളരെ ലേറ്റായി. നല്ല ഡാർക്കാണ്. നമ്മള് മഹതി ഇവിടെ ഇരുന്നു. കാരണം വാടാ, നമ്മള് പെട്ടെന്ന് പോകും. പിന്നെ അവിടെ അധികം ഇരിക്കാത്ത എന്താന്ന് വെച്ചാൽ ആ ഒരു പിന്നെ ഈവനിങ് ആരതിന്റെ സമയമായതുകൊണ്ട് അവർ സോങ് വെച്ചിട്ടുണ്ട്. നമ്മള് മറ്റേ ഹരിദ്വാർ ആരതി വീഡിയോയിലും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇരിക്കാണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ഇപ്പോഴും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ വെള്ളം തളിക്കുന്നുണ്ട്, അത് പൊടിയെല്ലാം കളയാനായിരിക്കും. ഇത് ക്ലോസ് ചെയ്യേണ്ട ടൈമായി, 7 മണി ആ ടൈമിന് ക്ലോസ് ചെയ്യുന്നതാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി, ഇരുട്ടായി കേട്ടോ, ഫുള്ള് ഡാർക്കായി. ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ ഇവിടെ മറ്റേ ഐസ്ക്രീം, അമൂലിൻ്റെ ഐസ്ക്രീം ഉണ്ട്. കുക്കി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോകണം. അവിടെയാണ് വണ്ടി ഉള്ളത്. പാർക്കിൻ്റെ പുറത്താണുള്ളത്. എത്രയാണ്? 10 ഉറുപ്പില്ലോ? ഇത് പിടിക്കും, അങ്ങനെ പിടിച്ചോ. നിന്റെ മുഖം കാണട്ടെ. എന്നെ കാണിക്കില്ല. അപ്പോൾ നമ്മള് പരിപാടി കഴിഞ്ഞു. ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ. ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും